ഇന്ന് നമ്മൾ 9ാം ക്ലാസ്സിലെ 9ാമത്തെ അധ്യായമായിട്ടുള്ള രേഖീയ സംഖ്യകൾ റിയൽ നമ്പേഴ്സ് എന്ന ചാപ്റ്ററാണ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ പഠിക്കാനുള്ളത് ഈ രണ്ട് സിമ്പിൾ അല്ലേ, ഈ രണ്ട് സിമ്പിളിനെ പറയുക കേവല വില അല്ലെങ്കിൽ അബ്സല്യൂട്ട് വാല്യൂ. ഫോർ എക്സാമ്പിൾ അബ്സല്യൂട്ട് വാല്യൂ 5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5. ഇനി അബ്സല്യൂട്ട് വാല്യൂ -5 ഈക്വൽ ടു 5. അബ്സല്യൂട്ട് വാല്യൂ ഓഫ് -2/3 ഈക്വൽ ടു 2/3. അബ്സല്യൂട്ട് വാല്യൂ ഓഫ് -π ഈക്വൽ ടു π. അപ്പോൾ അബ്സല്യൂട്ട് വാല്യൂ ഓഫ് -x എന്ന് പറഞ്ഞാൽ ഈക്വൽ ടു അബ്സല്യൂട്ട് വാല്യൂ ഓഫ് x, അതായത് x. ഇനി അബ്സല്യൂട്ട് വാല്യൂ ഓഫ് x² ഈക്വൽ ടു x². അപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ അബ്സല്യൂട്ട് വാല്യൂ ഓഫ് 5² ഈക്വൽ ടു ഇങ്ങനെ പറയുക 5² ഈക്വൽ ടു 25. അപ്പോൾ ഇതിങ്ങനെയുള്ള കുറച്ച് ചോദ്യങ്ങളാണ് നമുക്ക് രേഖീയ സംഖ്യകൾ എന്ന ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. ആദ്യം നമുക്ക് പേജ് നമ്പർ 170, 71 കുറച്ച് ചോദ്യങ്ങൾ ചെയ്ത് നോക്കാം. ഇതാണ് നമുക്ക് ചെയ്യാനുള്ള ഒന്നാമത്തെ ചോദ്യം. അതായത് ആദ്യത്തെ ടേബിളിൽ നമുക്ക് എക്സിൻ്റെ വാല്യൂ 4 എന്ന് തന്നിട്ടുണ്ട്. എക്സിൻ്റെ വാല്യൂ 4 ആകുമ്പോൾ വൈയുടെ വാല്യൂ 3 തന്നിട്ടുണ്ട്. എക്സ് ഇൻറ്റു വൈ എന്ന് പറഞ്ഞാൽ 4 × 3 12. അബ്സല്യൂട്ട് വാല്യൂ ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 4. അബ്സല്യൂട്ട് വാല്യൂ ഓഫ് വൈ 3. ഇനി അബ്സല്യൂട്ട് വാല്യൂ എക്സ് ഇൻറ്റു അബ്സല്യൂട്ട് വാല്യൂ വൈ 4 × 3 12. ഇനി സെക്കൻഡ് ചോദ്യം പറഞ്ഞിരിക്കുന്നത് എക്സ് -4 3. അപ്പോൾ എക്സ് ഇൻറ്റു -4 × 3 എത്രയാണ്? 4 × 3 12 -12. കേവല വില -4 അല്ലേ, അപ്പോൾ എത്രയാണ്? 4. കേവല വില വൈ 3. ശ്രദ്ധിക്കുക, കേവല വില മൈനസിന് ഉണ്ടെങ്കിൽ അത് പോകുമെന്ന് ഓർത്ത് വെച്ചാൽ മതി. ഈ കേവല വില എക്സ് ഇൻറ്റു കേവല വില വൈ, കേവല വില എക്സ് ഇൻറ്റു കേവല വില വൈ 4 × 3 ഈക്വൽ ടു 12. ഇനി 4 × -3 4 × -3 എക്സ് ഇൻറ്റു വൈ ആണ്, കേവല വില ഇല്ല. അപ്പോൾ 4 × 3 12 -12. കേവല വില എക്സ് എന്താണ്? 4. കേവല വില വൈ മൈനസ് ഉണ്ടെങ്കിൽ പോയി 3. ഈ കേവല വില എക്സ് ഇൻറ്റു വൈ 4 × 3 12. ഇനി അടുത്തത് -4 3 -3 -4 × -3 എന്താണ്? മൈനസ് എന്തായി ഗുണിക്കുമ്പോൾ പ്ലസ്, പ്ലസ്. ഇനി കേവല വില എക്സ് 4, കേവല വില വൈ 3, കേവല വില എക്സ് കേവല വില വൈ 4 × 3 12. നമുക്കിതിലൊരു ടേബിളും കൂടിയുടെ ആവശ്യമുണ്ട്. ഈ ടേബിളും കൂടി നമ്മൾ വരയ്ക്കുമ്പോൾ കേവല വില XY, അതായത് ഈ നമ്പറിൻ്റെ XY എന്ന കോളത്തിൻ്റെ കേവല വില കണ്ടുപിടിക്കുക. എത്രയാണ് കേവല വില XY എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 12. കേവല വില -XY 12. കേവല വില -12 12. കേവല വില 12. അപ്പോൾ ഇതാണ് ഫസ്റ്റത്തെ ചോദ്യത്തിൽ പറഞ്ഞിട്ടുള്ളത്. ഇത് ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിരിക്കുന്ന ക്വസ്റ്റ്യനാണ്. ഇതിൻ്റെ കൂടെ നമ്മളോട് എന്ത് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്? കുറച്ചും കൂടി നമ്പേഴ്സ് ആഡ് ചെയ്തിട്ട് എന്ത് ചെയ്യണം? ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഒന്നാം ചോദ്യം ഈ രണ്ട് പട്ടികയിൽ കേവല വില XYയും ഈ ലാസ്റ്റ് രണ്ട് കളിയിൽ നമ്മൾ ബന്ധമുണ്ടോ നമുക്ക് എന്ത് ചെയ്യും വേണം? ചെക്ക് ചെയ്യും വേണം. അടുത്തൊരു എക്സാമ്പിളായിട്ട് തന്നെയാണത് 6 5 6 × 5 30. കേവല വില എക്സ് 6, കേവല വില വൈ 5, കേവല വില എക്സ് ഇൻറ്റു വൈ 30, കേവല വില എക്സ് ഇൻറ്റു വൈ എത്രയാണ്? 30. ഇനി അടുത്തത് വരുന്ന എക്സാമ്പിൾ എഴുതി വെക്കാം. അടുത്തത് -6 × 5 -6 5 × 6 30 -30. ഇനി കേവല വില എക്സ് എന്ന് പറഞ്ഞാൽ -y 6ആണ്. അപ്പോൾ 6. കേവല വില വൈ എന്താണ്?
5. കേവല വില എക്സ് ഇൻറ്റു കേവല വില വൈ 30. ഇനി കേവല വില എക്സ് വൈ 30. ഇനി നെക്സ്റ്റ് നമുക്ക് രണ്ടും കൂടി ചെയ്ത് നോക്കാം. അടുത്തത് 6 - 5 പിന്നെ -6 -5 ഇതും കൂടി ചെയ്ത് നോക്കാം. 6 × 5 30 -30. ഇവിടെയാണെങ്കിലോ -6 × -, +30. ഇനി കേവല വില എക്സ് എന്ന് പറഞ്ഞ 6. ഇവിടുത്തെ കേവല വില -6 എന്തായി 6. ഇനി കേവല വില വൈ -5 5. കേവല വില -y 5. ഇനി കേവല വില എക്സ് ഇൻറ്റു വൈ 5 × 6 30. 5 × 6 30. ഇനി കേവല വില എക്സ് വൈ -30 എന്തായി 30. ഇവിടുത്തെ 30 അതുപോലെ തന്നെ എഴുതി. അപ്പോൾ നമ്മൾ ഈ ചെയ്ത ടേബിളിന് നമുക്ക് ലാസ്റ്റ് തന്ന 2 ടേബിളുകൾ നോക്കുക. അപ്പോൾ ഈ 2 ടേബിളുകളും തമ്മിൽ നോക്കുമ്പോൾ എന്താണ് ബന്ധം? അവ രണ്ടും എന്താണ് ഈക്വൽ വാല്യൂസ് ആണ് വരുന്നത്. അപ്പോൾ നമുക്ക് അതിൽ ഫസ്റ്റ് പാർട്ടിൻ്റെ ആൻസറായിട്ട് നമുക്ക് എങ്ങനെ എഴുതാൻ വേണ്ടി പറ്റും? കേവല വില എക്സ് വൈ = കേവല വില എക്സ് ഇൻറ്റു കേവല വില വൈ എന്ന് എഴുതാൻ വേണ്ടി പറ്റും. അപ്പോൾ നമുക്ക് ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ഇത് ഫസ്റ്റത്തിൽ വരുന്ന ഒരു മെയിൻ ടേബിളായിരുന്നു. അപ്പോൾ ഈ ടേബിളിൽ നമുക്ക് ഫസ്റ്റ് പാർട്ട് മനസ്സിലായ കാര്യം എന്താണ്? കേവല വില എക്സ് വൈ എന്ന് പറഞ്ഞാൽ എന്തിനോട് ഈക്വലാണ്? കേവല വില എക്സ് ഇൻറ്റു കേവല വില വൈക്ക് ഈക്വലാണ്. അത് രണ്ടിൻ്റെ വാല്യൂസ് നമുക്ക് എന്താണ് കിട്ടിയത്? ഈക്വലായിട്ട് കിട്ടി. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കാം. ആ സെക്കൻഡ് ക്വസ്റ്റ്യനിൽ നമ്മോട് തെളിയിക്കാൻ പറഞ്ഞിരിക്കുന്നത് സെക്കൻഡ് ക്വസ്റ്റ്യൻ നമ്മളോട് തെളിയിക്കാൻ പറഞ്ഞിരിക്കുന്നത് കേവല വില എക്സ് വൈ എന്ന് പറഞ്ഞാൽ കേവല വില എക്സ് ഇൻറ്റു കേവല വില വൈ ആണെന്ന് ഡിഫറെൻറ്റ് വാല്യൂസിന് അത് പോസിബിൾ ആണ് എന്ന് നമ്മൾ എന്ത് ചെയ്യണം? പ്രൂവ് ചെയ്യണം. അപ്പോൾ അത് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം ഞാൻ 2 നമ്പേഴ്സ് എടുക്കുകയാണ്. നമുക്കിത് പ്രൂവ് ചെയ്യണം. ഇതാണ് നമുക്ക് സെക്കൻഡ് ക്വസ്റ്റ്യനിൽ പാർട്ടിൽ പ്രൂവ് ചെയ്യാനുള്ളത്. അപ്പോൾ പ്രൂവ് ചെയ്യാൻ വേണ്ടി 2 നമ്പേഴ്സ് എടുക്കുകയാണ്. 2 നമ്പേഴ്സ് എക്സ് വൈ 2 സംഖ്യകൾ എക്സ് വൈ എന്ന് കൺസിഡർ ചെയ്ത്. ഇനി ആദ്യം നമുക്ക് കേവല വില എക്സ് വൈ നമുക്ക് എങ്ങനെ എഴുതാൻ വേണ്ടി പറ്റും? പഠിച്ചിട്ടുണ്ട്. കേവല വില എക്സ് വൈ എന്ന് പറഞ്ഞാൽ എന്താണ്? എക്സ് ഇൻറ്റു വൈ ആണ്. ഇനി കേവല വില എക്സ് ഇൻറ്റു കേവല വില വൈ ഈക്വൽ ടു കേവല വില എക്സ് ഇൻറ്റു കേവല വില വൈ എന്ന് പറഞ്ഞാൽ എക്സ് വൈ ആണ്. അപ്പോൾ രണ്ടും എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്താണ്? ഈക്വൽ ആണെന്ന് കിട്ടി. അപ്പോൾ രണ്ടും എന്തായി? ഈക്വലായി. ഇനി അതിൽ വേറെ നമ്പേഴ്സ് എടുക്കുകയാണ്. ഇപ്പോൾ ഞാൻ കേവല വില -എക്സും വൈയും എടുത്തെന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മൾ കേവല വില എക്സ് ഇൻറ്റു വൈ കാണാനാണ് കാണിക്കുന്നത്. അപ്പോൾ കേവല വില ഇവിടുത്തെ എക്സ് എന്താണ്? -എക്സ് വൈ -എക്സ്. ഈ എക്സിൻ്റെ പകരം -എക്സ് കൊടുത്തു, വൈയുടെ പകരം വൈ തന്നെ കൊടുത്തു. അപ്പോൾ കേവല വില -എക്സ് ഇൻറ്റു വൈ എന്ന് പറഞ്ഞ് -എക്സ് ഇൻറ്റു വൈ എന്താണ്? എക്സ് വൈ ആണ്. ഇനി എന്ത് ചെയ്യുക? കേവല വില എക്സ് ഇൻറ്റു കേവല വില വൈ ഈക്വൽ ടു കേവല വില എക്സ് ഇൻറ്റു കേവല വൈ. കേവല വില ഇവിടുത്തെ എക്സ് എന്താണ്? മൈനസ് നമ്മൾ എടുത്തിരിക്കുന്നത് -എക്സ് വൈ. അപ്പോൾ എക്സ് വൈ കേവല വില -എക്സ് എന്ന് പറഞ്ഞാൽ എക്സ് ആണ്. കേവല വില വൈ. അപ്പോൾ രണ്ടാമത്തെ ഒരെണ്ണം കൂടി കിട്ടി. ഇനി തേർഡ് വണ്ണ് എക്സ് പിന്നെ -y എടുത്ത് ഓരോന്ന് ഞാനൊരു ജസ്റ്റ് ഒരു മാർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ മനസ്സിലാവാൻ വേണ്ടിയിട്ട് കേവല വില എക്സ് -y എടുത്ത് കഴിഞ്ഞാൽ അപ്പോൾ നമ്മളതിന് കേവല വില എക്സ് ഇൻറ്റു -y ഈക്വൽ ടു ഇനി എഴുതാൻ വേണ്ടി പറ്റും. ഒന്ന് ഓർഡർ ആക്കിയത് -xy എന്ന് എഴുതി. -xy എന്താണ്? എക്സ് ഇൻറ്റു വൈ. ഇനി കേവല വില എക്സ് അതുപോലെ തന്നെ എഴുതി. നമുക്ക് 2 ഈക്വൽ സൈഡ് നോക്കണം. അപ്പോൾ കേവല വില എക്സ് നമ്മൾ എക്സിന് എടുത്തിറക്കണത്
ഇൻറ്റു കേവല വില വൈ എന്താ കൊടുത്തിരിക്കുന്നത് മൈനസ് വൈ ഈക്വൽ ടു കേവല വില എക്സ് എന്ന് പറഞ്ഞ എക്സ്, കേവല വില മൈനസ് വൈ എന്ന് പറഞ്ഞ വൈ. അപ്പോൾ അതും ഈക്വലായി. ഇനി രണ്ടും എന്താണ് പോസിറ്റീവായിട്ട് മൈനസ് ആക്കി എടുത്തു കഴിഞ്ഞാൽ മൈനസ് എക്സ് മൈനസ് വൈ ആണ് എടുക്കുന്നത് എങ്കിൽ കേവല വില രണ്ട് മൈനസ് ആണ്, മൈനസ് എക്സ് ഇൻറ്റു കേവല വില മൈനസ് വൈ ഈക്വൽ ടു എന്താണ് എക്സ് വൈ ആയിരിക്കും. ഈ സെപ്പറേറ്റ് കൊടുക്കുക. കേവല വില മൈനസ് എക്സ് ഇൻറ്റു കേവല വില മൈനസ് വൈ ഈക്വൽ ടു കേവല വില മൈനസ് എക്സ് എക്സ് വൈ. അപ്പോൾ എന്താണ് ഇങ്ങനെ ഏത് സിറ്റുവേഷനിൽ എടുത്തു കഴിഞ്ഞാലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈക്വൽ ആണെന്ന് പറയാൻ പറ്റും. അപ്പോൾ ദെർഫോർ കേവല വില എക്സ് വൈ ഈക്വൽ ടു കേവല വില എക്സ് ഇൻറ്റു കേവല വില വൈ ആയിരിക്കും. ഇതാണ് ഫസ്റ്റ് ചോദ്യത്തിലെ സെക്കൻഡ് പാർട്ടായിട്ട് വരുന്നത്. ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. ഇത് നമ്മൾ സിമ്പിളായിട്ടുള്ള ചാപ്റ്ററാണ്, നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഞാൻ വിചാരിക്കുന്നു. ഇനി അടുത്ത ചോദ്യം, സെക്കൻഡ് ചോദ്യം എന്ന് പറഞ്ഞാൽ ചുവടെ കൊടുത്തിരിക്കുന്ന പട്ടിക പൂർത്തിയാക്കുക. അതായത് നമ്മൾ നേരത്തെ ചെയ്ത പോലെ ഒരു പട്ടിക തന്നിട്ടുണ്ട്. ഈ പട്ടിക കംപ്ലീറ്റ് ചെയ്യുക. ഒപ്പം എക്സ് വൈ ആയി കുറേ കൂടി സംഖ്യകൾ എടുത്ത് പട്ടിക വലുതാക്കുക. മോഡ് എക്സ് പ്ലസ് മോഡ് കേവല വില എക്സ് പ്ലസ് വൈ, കേവല വില എക്സ് പ്ലസ് കേവല വില വൈ ഈക്വൽ വും കേവല വില എക്സ് പ്ലസ് വൈയും തമ്മിൽ പൊതുവായ എന്തെങ്കിലും ബന്ധമുണ്ടോ അത് നോക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇതാണ് സെക്കൻഡ് ചോദ്യം നമുക്ക് ചെയ്യാനുള്ളത്. ഇനി നമുക്ക് സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കാം. ചോദ്യം ഞാൻ വായിക്കാം. ചുവടെയുള്ള പട്ടിക പൂർത്തിയാക്കുക. അപ്പോൾ ഞാൻ കുറച്ച് നമ്പേഴ്സ് വരെ ടെക്സ്റ്റ് ബുക്കിൽ 2 ചെയ്തിട്ടുണ്ട്, ബാക്കി നമ്മളോട് ഫില്ല് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ആദ്യത്തത് 3 5, 3 + 5 എത്രയാണ് 8. കേവല വില അബ്സല്യൂട്ട് വാല്യൂ എക്സ് എന്താണ് 3, അബ്സല്യൂട്ട് വാല്യൂ വൈ 5. ഇനി അബ്സല്യൂട്ട് വാല്യൂ എക്സ് പ്ലസ് അബ്സല്യൂട്ട് വാല്യൂ വൈ 3 + 5 8. ഇനി എക്സ് പ്ലസ് വൈയുടെ കേവല വില 8. ഇതൊന്നാമത്തത്. സെക്കൻഡ് വൺ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത്, ക്വസ്റ്റ്യനിൽ -3 5 എക്സ് പ്ലസ് 5 ആണ് ചെയ്യേണ്ടത്. അപ്പോൾ -3 + 5 5 - 3 2. ഇനി കേവല വില എക്സ് 3, കേവല വില വൈ 5, കേവല വില എക്സ് പ്ലസ് വൈ 3 + 5 8, കേവല വില എക്സ് പ്ലസ് വൈ 2. ഇനി മൂന്നാമത് നോക്കാം. ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് 3 - 5. അപ്പോൾ കേവല വില എക്സ് പ്ലസ് വൈ 3 പ്ലസ് -5 പ്ലസ് മൈനസ് പ്ലസ് മൈനസ് അപ്പോൾ 3 - 5 -2. കേവല വില എക്സ് 3, കേവല വില വൈ 5 -5 5ആയി. കേവല വില എക്സ് പ്ലസ് കേവല വില വൈ 3 + 5 8, കേവല വില എക്സ് പ്ലസ് വൈ -2. അപ്പോൾ കേവല വില ചെയ്യുമ്പോൾ 2. ഇനി നാലാമത്തത് -3 - 5 -3 + -5 പ്ലസ് മൈനസ് -3 - 5 ഈക്വൽ ടു -3 - 8. കേവല വില എക്സ് 3 5 എക്സ് പ്ലസ് വൈ 8. ഇനി -3 - 5 8. അപ്പോൾ ആദ്യത്തെ 4 പറഞ്ഞു. ഇനി നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഇതിൽ കുറച്ചും കൂടി നമ്പേഴ്സ് നമ്മൾ എന്ത് ചെയ്യാം, ആഡ് ചെയ്തിട്ട് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഞാൻ 4 6 എടുക്കുന്നുണ്ട്. 4 + 6 10. ഇനി കേവല വില എക്സ് 4, കേവല വില വൈ 6, കേവല വില എക്സ് പ്ലസ് വൈ 10, കേവല വില എക്സ് പ്ലസ് വൈ 10. ഇനി സെക്കൻഡ് വൺ -4 6 -4 + 6 -2. കേവല വില ഒരു ഹെഡിങ് നോക്കിയിട്ട് എഴുതുകയാണ്. കേവല വില എക്സ് എന്തായി 4. ഇനി കേവല വില വൈ 6 പ്ലസ് ആണ് ഇട്ടത് 4
6, കെ വിലവില എക്സ് പ്ലസ് വൈ 6, കെ വിലവില എക്സ് പ്ലസ് വൈ 6 + 4 10. ഇനി കെ വിലവില എക്സ് പ്ലസ് വൈ 2. ഇനി തേർഡ് വൺ 4 - 6 ആണ് എടുക്കുന്നത്. -2 എഡിങ് നോക്കി ചെയ്യുക. -2 4 6 എക്സ് പ്ലസ് വൈ 4 + 6 10 2. ലാസ്റ്റ് വൺ -4 -6 എക്സ് പ്ലസ് വൈ -4 + -6 -10 4 6 10 10. ഇതാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. ആദ്യത്തെ ചോദ്യത്തിൽ പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഈ ടേബിൾ ഫില്ല് ചെയ്തിട്ട് ഒപ്പം ഈ ടേബിൾ ഒന്ന് വലുതാക്കി എഴുതാൻ. അടുത്ത ചോദ്യം, വലുതാക്കുന്ന സമയത്ത് കെ വിലവില എക്സ് പ്ലസ് കെ വിലവില വൈ, ഈ ടേബിളും ഈ കെ വിലവില എക്സ് പ്ലസ് വൈയും തമ്മിൽ വല്ല ബന്ധമുണ്ടോ അതും കൂടി എന്ത് ചെയ്യണം? കണ്ടുപിടിക്കണം. അപ്പോൾ നമ്മൾ ചോദിച്ചിരിക്കുന്നത് കെ വിലവില ഈ 2 ടേബിൾ നോക്കുക, ആ 2 ടേബിളും തമ്മിൽ ബന്ധമുണ്ടോ എന്ന് നോക്കി നോക്കാം. ഇപ്പോൾ നോക്കി നോക്കൂ, കെ വിലവില 3 5 ഇവ രണ്ടും ഒരേ ചിഹ്നമാണ്, പ്ലസ് പ്ലസ്. ഇനി കെ വിലവില മൈനസ് ആവുമ്പോൾ ഇവിടുത്തെ വാല്യൂസ് എന്താണ്? +8 +8 +8. ഇനി കെ വിലവില -+4 +6 10 10. ഇനി കെ വിലവില -4 -6 10 10. അതായത് എക്സിൻ്റെയും വൈയുടെയും വാല്യൂസ് സെയിം ആവുന്നതിലൊക്കെ എന്താണ്? കെ വിലവില എക്സ് പ്ലസ് കെ വിലവില വൈയും കെ വിലവില എക്സ് പ്ലസ് വൈയും എന്താണ്? സെയിം ആണ്. എക്സിൻ്റെയും വൈയുടെയും വാല്യൂ സെയിം ചിഹ്നങ്ങളാവുന്നതിൽ കെ വിലവിലകളുടെ രണ്ടും എന്താണ്? ഈ കെ വിലവില എക്സ് പ്ലസ് കെ വിലവില വൈയും കെ വിലവില എക്സ് പ്ലസ് വൈയും എന്താണ്? ഈക്വൽ ആണ്. എപ്പോൾ? എക്സും വൈയും സെയിം സൈൻ ആയിരിക്കും, സെയിം ചിഹ്നം ആയിരിക്കുന്ന സമയത്ത്. ഇതാണ് സെക്കൻഡ് ക്വസ്റ്റ്യൻ ആയിട്ട് വരുന്നത്. ഇനി പേജ് നമ്പർ 174 ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം. ക്വസ്റ്റ്യൻ ഒന്ന് വായിക്കാം. ക്വസ്റ്റ്യൻ ആദ്യം പറയുന്നത്, ചുവടെ പറയുന്ന ഓരോ സമവാക്യവും ശരിയാകുന്ന എക്സ് വാല്യൂ കണ്ടുപിടിക്കുക. അതായത് നാല് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ പറയുന്നത് കെ വിലവില എക്സ് = 5. ഇത് സാറ്റിസ്ഫൈ ചെയ്യുന്ന എക്സിന് ഏതൊക്കെ വാല്യൂസ് വരാം? ഇത് കെ വിലവില എക്സ് 5 വരുന്ന ഏതൊക്കെ വാല്യൂസ് നമുക്ക് കൊടുക്കാൻ വേണ്ടി പറ്റുമെന്ന് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? കെ വിലവില എക്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് +or -5 എന്ന് എഴുതാം. ഒന്നെങ്കിൽ +5 ആവാം, അല്ലെങ്കിൽ എന്താവാം? -5 ആവാം. അപ്പോൾ എക്സിൻ്റെ വാല്യൂ എന്തൊക്കെ വരാം? +5 അല്ലെങ്കിൽ എക്സിൻ്റെ വാല്യൂ -5 വരാം. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ, കെ വിലവില എക്സ് -3 = 2. അപ്പോൾ എങ്ങനെ എഴുതുക? എക്സ് -3 എന്ന് പറഞ്ഞാൽ +or-2 വരാം, +2 വരാം, -2 വരാം. അപ്പോൾ നമുക്ക് എഴുതുമ്പോൾ ഒന്നെങ്കിൽ എക്സ് -3 എന്താവാം? 2 ആവാം. അങ്ങനെയാണെങ്കിൽ എക്സിൻ്റെ വാല്യൂ -3 = അപ്പുറത്തേക്ക് പോകുമ്പോൾ പ്ലസ്. അപ്പോൾ എക്സ് = 2 + 3 = 5. ഒന്നെങ്കിൽ എക്സിൻ്റെ വാല്യൂ 5 ആവാം, അല്ല എങ്കിൽ അപ്പോൾ നമുക്ക് -2 +- അപ്പുറത്തേക്കും പ്ലസ്, -2 + 3 എത്രയാണ്? 1. അപ്പോൾ എക്സിൻ്റെ വാല്യൂ എന്തെങ്കിൽ 5 അല്ലെങ്കിൽ എന്തോ ആവാം, 1 ആയിരിക്കും. ഇനി തേർഡ് വൺ നോക്കാം. മൂന്നാമത്തെ ചോദ്യം കേവലവില എക്സ് മൈനസ് ടു = 3. അപ്പോൾ കേവലവില എക്സ് -2 = 3 ആകുമ്പോൾ എക്സ് -2 = +or-3. എക്സ് -2 = 3 ആകുമ്പോൾ കണ്ടുപിടിക്കുക. എക്സ് -2 = -3 ആകുമ്പോൾ കണ്ടുപിടിക്കണം. അപ്പോൾ -2 = അപ്പോഴത്തേക്കും +2. എക്സ് = 3 + 2 = 5 ആവാം. അല്ലെങ്കിൽ
-2 ഈക്വൽ ടുൻ്റെ അപ്പുറത്തേക്ക് പ്ലസ് എക്സ് ഈക്വൽ ടു -3 പ്ലസ് 2 ഈക്വൽ ടു 3ന്ന് 2 3 2 പോയി കഴിഞ്ഞാൽ 1 മൈനസിന് ഇടുക. അപ്പോൾ എക്സിൻ്റെ വാല്യൂ 5 അല്ലെങ്കിൽ -1 ആയിരിക്കും. ഇനി ഫോർത്ത് വൺ, കേവല വില എക്സ് പ്ലസ് 2 ഈക്വൽ ടു 3, എക്സ് പ്ലസ് 2 ഈക്വൽ ടു +or-3 ആവാം. ഒന്നെങ്കിൽ എക്സ് പ്ലസ് 2 ഈക്വൽ ടു 3യോ അല്ലെങ്കിൽ എക്സ് പ്ലസ് 2 ഈക്വൽ ടു -3യോ ആവാം. +2 ഈക്വലിന് അപ്പുറത്തേക്കും മൈനസ് എക്സ് ഈക്വൽ ടു 3 - 2 ഈക്വൽ ടു 1. ഒന്നെങ്കിൽ എക്സിൻ്റെ വാല്യൂ 1, അല്ല എങ്കിൽ +2 ഈക്വലിൻ്റെ അപ്പുറത്തേക്ക് പോകുമ്പോൾ മൈനസ് എക്സ് ഈക്വൽ ടു -3 - 2 -3 - 2 ഈക്വൽ ടു 3 + 2 5 -5. എക്സിൻ്റെ വാല്യൂ ഒന്നെങ്കിൽ 1 അല്ലെങ്കിൽ -5 ആയിരിക്കും. ഇതാണ് പേജ് നമ്പർ 174 വരുന്ന ഒന്നാമത്തെ ചോദ്യം. ഇനി സെക്കൻഡ് ചോദ്യം വായിക്കാം. രണ്ടാമത്തെ ചോദ്യം, ചുവടെ പറയുന്ന ഓരോ വാക്യവും ശരിയാകാൻ എക്സ് ഏതൊക്കെ സംഖ്യകൾക്ക് ഇടയിലായിരിക്കണം എന്ന് കണ്ടെത്തുക. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ, സെക്കൻഡ് വണ്ണിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, അതായത് താഴെ പറയുന്ന കണ്ടീഷൻസ് ശരിയാവാൻ എക്സിൻ്റെ വാല്യൂ ഏതൊക്കെ നമ്പറിൻ്റെ ഇടയിലാവും, ബിറ്റ്വീൻ ആവാൻ നോക്കണം. അപ്പോൾ ആദ്യത്തത് കേവല വില എക്സ് <3. അപ്പോൾ അതിൻ്റെ അർത്ഥം എക്സ് എന്താവാം, +or-3 ആവാം. അപ്പോൾ ഇതിൻ്റെ അർത്ഥം എക്സിൻ്റെ വാല്യൂ എക്സ് എന്ന് പറയുന്നത് -3നും +3നും ഇടയിലാണ്. ഇടയിൽ എക്സ് ബിറ്റ്വീൻ -3 ആൻഡ് +3. ഇതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഇനി സെക്കൻഡ് വൺ, കേവല വില എക്സ് -2 <1. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം, എക്സ് -2 എന്ന് പറഞ്ഞാൽ +or-1 ആയിരിക്കും. -3 ഈക്വലിൻ്റെ അപ്പുറത്തേക്കും പ്ലസ്. അപ്പോൾ എക്സ് +or-1 + 2. എക്സ് ഒന്നെങ്കിൽ 1 + 2 ആവാം. അപ്പോൾ 1 + 2 3. ഒന്നെങ്കിൽ എക്സ് <3 ആവും. അല്ല എങ്കിൽ എങ്ങനെയാവും, എക്സ് എന്ന് പറഞ്ഞാൽ -1 + 2. എക്സ് -1 + 2 1. അപ്പോൾ എക്സിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ എക്സ് ബിറ്റ്വീൻ 1 ആൻഡ് 3. എക്സ് 1നും 3നും ഇടയിൽ. ഇനി തേർഡ് ക്വസ്റ്റ്യൻ, കേവല വില എക്സ് -2 <2. കേവല വില എക്സ് -2 <2. കേവല വില, അപ്പോൾ നമുക്ക് ചെയ്തു തുടങ്ങാം. കേവല വില എക്സ് -1 ആണ്. കേവല വില എക്സ് -1 <2. അപ്പോൾ കേവല എക്സ് -1 എന്ന് പറഞ്ഞാൽ +or- എന്താവാം, 2 ആവാം. അപ്പോൾ എക്സ് +or-2 മൈനസ് ഈക്വലിൻ്റെ അപ്പുറത്തേക്കുമ്പോൾ +1. എക്സ് <2 + 1 അല്ലെങ്കിൽ എക്സ് -2 + 1 ആവും. ഇനി 2 + 1 എത്രയാണ്, 3. അപ്പോൾ എക്സിൻ്റെ വാല്യൂ എക്സ് <3യോ അല്ലെങ്കിൽ എക്സ് -2 + 1. അപ്പോൾ എന്താ ചെയ്യേണ്ടത്, 2ൽ നിന്ന് 1 കുറച്ചാൽ 1 മൈനസ് ചിഹ്നം ഇടുക. അപ്പോൾ എക്സിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ ഇതിനൊക്കെ ഇടയിലായിരിക്കും, -1നും 3ക്കും
ഇടയിൽ, എക്സ് ബിറ്റ്വീൻ -1 and 3, -1 and 3 എന്ന് കിട്ടും. ഇനി ഫോർത്ത് ക്വസ്റ്റ്യൻ, കേവലവില എക്സ് പ്ലസ് 1 ലെസ് ദാൻ 2, എക്സ് പ്ലസ് 1 ലെസ് ദാൻ പ്ലസ് ഓർ മൈനസ് 2. ഇനി എഴുതുക എക്സ് പ്ലസ് 1 ലെസ് ദാൻ പ്ലസ് 2. ഈ പ്ലസ് 1 ഈക്വലിൻ്റെ അപ്പുറത്തേക്കുമ്പോൾ മൈനസ്, പ്ലസ് ഓർ മൈനസ് 2 മൈനസ് 1. ഇനി എക്സ് ഈ പ്ലസ് 1 ഈക്വലിൻ്റെ അപ്പുറത്തേക്ക് പോകുമ്പോൾ മൈനസ് ആയി. അപ്പോൾ എക്സ് ലെസ് ദാൻ ഒന്നെങ്കിൽ 2 മൈനസ് 1 ആവാം. അങ്ങനെയാണെങ്കിൽ എക്സ് ലെസ് ദാൻ 2 മൈനസ് 1 1, അല്ലെങ്കിൽ എക്സ് ലെസ് ദാൻ -2 മൈനസ് 1, -2 മൈനസ് 1, 2 പ്ലസ് 1 3, എക്സ് ലെസ് ദാൻ -3. അപ്പോൾ എക്സ് എന്ന് പറഞ്ഞാൽ എക്സ് 1നും -3ക്കും ഇടയിൽ. ഇതാണ് സെക്കൻഡ് ക്വസ്റ്റ്യൻ്റെ 4 പാർട്ടുകളായിട്ട് വരുന്നത്. ഇനി തേർഡ് ക്വസ്റ്റ്യൻ വായിക്കാം. രണ്ടാമത്തെ കണക്കിലെ വാക്യങ്ങൾ ഓരോന്നും ശരിയാകുന്ന പൂർണ്ണസംഖ്യകൾ ഏതൊക്കെയാണെന്ന് കണക്കാക്കുക. അതായത് നമ്മളിപ്പോൾ ചെയ്ത ക്വസ്റ്റ്യനത്തെ പൂർണ്ണസംഖ്യകൾ, അത് ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന പൂർണ്ണസംഖ്യകൾ ഏതൊക്കെയെന്ന് കണ്ടുപിടിക്കണം. അപ്പം നമ്മളോട് ഈ എക്സ് സാറ്റിസ്ഫൈ ചെയ്യുന്ന എല്ലാ പൂർണ്ണസംഖ്യകളും കണ്ടുപിടിക്കണം. അപ്പം നമുക്ക് ആദ്യത്തെ ഉത്തരം എന്താ കിട്ടിയത്? -3നും 3നും ഇടയിൽ എന്നാണ്. അപ്പോൾ -3 ഇടയിൽ അല്ലേ, അതായത് എക്സിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ -3ൻ്റെയും ഇടയിൽ നമ്പർ. അതായത് ഈ -3ൻ്റെയും ഇടയിൽ എന്ന് പറയുമ്പോൾ ഇതാണ് ഒരു നമ്പർ ലൈൻ എന്ന് വിചാരിക്കുക. അപ്പോൾ ഇവിടെ 0 1 2 3 വരെ ഞാൻ മാർക്ക് ചെയ്തു. അതുപോലെ -1 -2 -3 മാർക്ക് ചെയ്ത്. അതായത് ഈ എക്സിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ -3യുടെയും എന്താണ് ഇടയിൽ എന്നാണ് അർത്ഥം. എക്സിൻ്റെ വാല്യൂ -3യുടെയും ഇടയിൽ. അപ്പോൾ ഇതിനിടയിൽ ഒരു നമ്പർ ഏതൊക്കെയാണ്? ഈ നമ്പർ ഇല്ലാതെ ബാക്കി എല്ലാ നമ്പേഴ്സും എഴുതുക. അപ്പോൾ എന്തായി? ഈ ചോദ്യത്തിൻ്റെ ഉത്തരമായി. അപ്പോൾ ഉത്തരം ഇതൊക്കെ -2 -1 0 1 2 -2 ആൻസർ -2 -1 0 1 2 എന്ന് കിട്ടി. ഇനി സെക്കൻഡ് ചോദ്യം നോക്കാം. എക്സിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ എക്സ് ബിറ്റ്വീൻ 1 ആൻഡ് എക്സ് ലെസ് ദാൻ 1 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 2 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇപ്പോൾ രണ്ടാം ചോദ്യത്തിൽ എക്സിൻ്റെ വാല്യൂ 1നും 2നും ഇടയിൽ. അപ്പോൾ ഇതാണ് 1, ഇത് 2. അപ്പോൾ 1നും 2നും ഇടയിൽ വരുന്ന മറ്റ് നമ്പർ ഏതാ? 2 മാത്രമേ ഉള്ളൂ. അപ്പോൾ ആൻസർ 2. ഇനി തേർഡ് വൺ, എക്സിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ -1നും 3ക്കും ഇടയിൽ. -1നും 3ക്കും ഇടയിൽ ഏതൊക്കെ നമ്പേഴ്സ് ഉണ്ട്? 0 -0 1 2 0 1 2. ഇനി നാലാമത്തെ ചോദ്യം നോക്കുകയാണെങ്കിൽ എക്സിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ -3ക്കും 1നും ഇടയിൽ. -3ക്കും 1നും ഇടയിൽ എക്സിന്. അപ്പോൾ ഇതൊക്കെ വരും -2 -1 0 -2 -1 0. ഇതാണ് തേർഡ് ക്വസ്റ്റ്യൻ്റെ ആൻസർ. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്കിനി നെക്സ്റ്റ് പാർട്ടിലേക്ക് പോകാം. ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള അടുത്ത ടോപ്പിക്കാണ് മധ്യബിന്ദു. അതായത് ഒരു നമ്പർ ലൈനിൽ 2 നമ്പറുകൾ XY. ആ XY എന്ന നമ്പറിൻ്റെ മധ്യബിന്ദു ഏതാണെന്ന് കണ്ടുപിടിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഉപയോഗിക്കേണ്ട ഇക്വേഷനാണ് 1/2 × x + y. ഒറ്റയടിക്ക് എഴുതുകയാണെങ്കിൽ നമ്മൾ x+y/2. നിങ്ങൾക്ക് ഏത് ഉപയോഗിച്ചാലും റെഡിയാണ്. ഈ /2 ഞാൻ കോമൺ ആക്കിയിട്ട് ചെയ്തെന്നുള്ളൂ. നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ആണ് ഇനി ഡിസ്കസ് ചെയ്യാനുള്ളത്. പേജ് നമ്പർ 174 വരുന്നത്. ക്വസ്റ്റ്യൻ ഞാനൊന്ന് വായിക്കാം. സംഖ്യാരേഖയിൽ
ചുവടെ പറഞ്ഞിരിക്കുന്ന ഓരോ ജോഡി സംഖ്യകളും സൂചിപ്പിക്കുന്ന ബിന്ദുക്കളുടെ മധ്യബിന്ദുവിനെ സൂചിപ്പിക്കുന്ന സംഖ്യ കണക്കാക്കുക. അതായത് 1,-5 ഈ നമ്പറിൻ്റെ മധ്യബിന്ദു ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ എന്ത് ചെയ്യുക, ഇക്വേഷൻ എന്താണ്, മധ്യബിന്ദു അഥവാ മിഡ് പോയിന്റ് കണ്ടുപിടിക്കാൻ മിഡ് പോയിന്റ് മധ്യബിന്ദു x+1/2 ഇൻറ്റു x+y, അപ്പോൾ അല്ലെങ്കിൽ x+y/2. അപ്പോൾ ഞാനിവിടെ ചെയ്യുമ്പോൾ x+y/2 ഈക്വൽ ടു x എത്രയാണ്, 1 - 5, 1 പ്ലസ് -5/2 പ്ലസ് മൈനസ് 1 - 5/4. അപ്പോൾ എന്താണ്, 5 തന്നു പോയ 4 മൈനസ് ചിഹ്നം, -4/2 എത്രയാണ്, -2. ഇനി സെക്കൻഡ് വൺ ക്വസ്റ്റ്യൻ, -1 -5 ഇങ്ങനെയാണ് ചെയ്യുക. മധ്യബിന്ദു അഥവാ മിഡ് പോയിന്റ് ഈക്വൽ ടു -1 പ്ലസ് -5/2 പ്ലസ് -1 -5/2 1 + 2 നമ്മൾ ആഡ് ചെയ്തിട്ട് മൈനസ് ചിഹ്നം. അപ്പോൾ -6/2 ഈക്വൽ ടു -3. ഇനി തേർഡ് വൺ -1/2, -1/3. ഇപ്പോൾ മിഡ് പോയിന്റ് ഈക്വൽ ടു -1/2 പ്ലസ് -1/3/2. -1/2 പ്ലസ് -1/3. ശ്രദ്ധിക്കുക, 3 × -1 -3, 2 × -1 -2 ചിഹ്നം എന്താണ്, പ്ലസ്, 2 × 3 6 ഈക്വൽ ടു -3 പ്ലസ് -6 എന്താണ് വരിക, പ്ലസ് മൈനസ്. അപ്പം -3 -2/6 രണ്ടും തമ്മിൽ ആഡ് ചെയ്തിട്ട് മൈനസ് ചിഹ്നം. അപ്പം -5 ഒരു /2 കൂടി ഉണ്ടാവും, -5/6/2 -5/6/2. എന്ത് ചെയ്യുക, ഇതിനെ ഇവിടേക്ക് കൊണ്ടുവന്ന് എങ്ങനെ എഴുതുക, -5/2 × 6 2 × 6 12. അപ്പോൾ -5/12 അതായിരിക്കും തേർഡ് ക്വസ്റ്റ്യൻ്റെ ആൻസർ. ഇനി നമുക്ക് ഫോർത്ത് ക്വസ്റ്റ്യൻ നോക്കാം. ഫോർത്ത് ക്വസ്റ്റ്യൻ -1/2, -3/4. -1/2, -3/4. അപ്പോൾ എന്ത് ചെയ്യുക, രണ്ടും തമ്മിൽ ആഡ് ചെയ്യുക. -1/2 പ്ലസ് 3/4/2 ഈക്വൽ ടു -1 × 2. അപ്പോൾ നമുക്ക് -1 × 4 -4 പ്ലസ് 2 × 3 6/2 × 4 8/2. എന്ത് ചെയ്യുക, ഈ 2നെ 8ൻ്റെ അടുത്തേക്ക് കൊടുത്തു കഴിഞ്ഞാൽ -4 പ്ലസ് 6 എത്രയാണ്, 2. 6 4 പോയി കഴിഞ്ഞാൽ 2 പ്ലസ് ചിഹ്നം 2 × 8 ഈക്വൽ ടു 2/16. ഇങ്ങനെ എഴുതുക, ഒരു 2 വെട്ടി ചെറുതാക്കുമ്പോൾ 2 2 8 2 16. അപ്പോൾ ഉത്തരം 1/8 2 8 16. അപ്പോൾ 1/8 എന്ന് കിട്ടും. ഇനി അഞ്ചാമത്തെ ചോദ്യം നോക്കാം. ചോദ്യം -2.5, 3.5.
മധ്യബിന്ദുക്കൾ കണ്ടുപിടിക്കാൻ -2.5 പ്ലസ് 3.5 ബൈ 2 ഈക്വൽ ടു 2.5 പ്ലസ് 3.5. എന്ത് ചെയ്യുക? 3.5 നിന്ന് 2.5 മൈനസ് ചെയ്യുക. 0 1 1 എന്ന് കിട്ടും. 1/2 1/2 എത്രയാണ്? 0.5. ഇനി 5 ആറാമത്തെ ചോദ്യം. 1.3, 8.7. 1.3 പ്ലസ് 8.7 ബൈ 2. 1.3 പ്ലസ് 8.7. 7 പ്ലസ് 3 10. 1 8 1 9 1 10. അപ്പോൾ 10/2 10/2 ഈക്വൽ ടു 5. ആറാമത്തെ ചോദ്യം. 5 6 ഏഴാമത്തെ ചോദ്യം. -√2, -√3 ഈക്വൽ ടു -2 പ്ലസ് -√3 ബൈ 2 ഈക്വൽ ടു പ്ലസ് മൈനസ് അല്ല എങ്കിൽ ഈ മൈനസ് രണ്ടിലുണ്ട്. അത് എന്ത് ചെയ്യുക? കോമൺ ആക്കിയിട്ട് പുറത്തേക്ക് എടുത്തിട്ട് റൂട്ട് ഉണ്ട്. √2 പ്ലസ് √3 ബൈ 2 മൈനസ് ഓഫ് √2 പ്ലസ് √3 ബൈ 2. ഇതായിരിക്കും ആൻസർ. 7 കഴിഞ്ഞാൽ ഇനി 8ാമത്തെ ചോദ്യം. 8th ക്വസ്റ്റ്യൻ എന്താണ്? -√3, 7 ഈക്വൽ ടു -√3 പ്ലസ് -√3 പ്ലസ് √7 ബൈ 2 ഈക്വൽ ടു എന്താ ചെയ്യേണ്ടത്? ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ √7 മൈനസ് √3 ബൈ 2. 8ാമത്തെ ചോദ്യം ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഇപ്പം നമ്മൾ ചെയ്ത ക്വസ്റ്റ്യൻ എന്താണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്? 2 പോയിന്റുകൾ തന്നു കഴിഞ്ഞാൽ അതിൻ്റെ മധ്യബിന്ദുക്കൾ മിഡ് പോയിന്റ് കണ്ടുപിടിക്കുന്ന രീതിയാണ് നമ്മളിപ്പോൾ എന്ത് ചെയ്തത്? ഡിസ്കസ് ചെയ്തത്. ഇനി ഈ ഭാഗത്ത് 2ാമത്തെ ചോദ്യമാണ് വായിക്കാൻ വേണ്ടി പോകുന്നത്. സംഖ്യാരേഖയിൽ 1നെ സൂചിപ്പിക്കുന്ന ബിന്ദുവിനും 2നെ സൂചിപ്പിക്കുന്ന ബിന്ദുവിനും ഇടയ്ക്കുള്ള ഭാഗത്തിനെ 4 സമഭാഗങ്ങളാക്കുന്ന ബിന്ദുക്കളെ സൂചിപ്പിക്കുന്ന സംഖ്യകൾ കണക്കാക്കുക. 1നും 2നും ഇടയിൽ ബിന്ദുവിനും സൂചിപ്പിക്കുന്ന ഇടയിലുള്ള ഭാഗത്തിന് 4 സമഭാഗങ്ങളാക്കുന്ന നമ്പേഴ്സാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്? കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ 1നും 2നും അപ്പോൾ ആദ്യം എന്ത് ചെയ്യുക? 1നും 2നും ഇടയിലെ ഡിസ്റ്റൻസ് കാണുക. ഇടയിലെ അകലം കാണുക. ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 1 and 2. ആദ്യം അതാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ എത്രയാണ്? 2 - 1 ഈക്വൽ ടു 1. ഇനി 4 അകലങ്ങളും എന്തായിരിക്കണം? തുല്യമായിരിക്കണം. അപ്പോൾ മൊത്തം 4 എണ്ണം. അതിൽ ഓരോന്നും എത്ര ഭാഗമായിരിക്കും? ഓരോ ഭാഗവും. അപ്പോൾ ഈച്ച് പാർട്ട് ഓരോ ഭാഗവും മൊത്തം 4. അതിൽ ഓരോന്ന് എത്രയും? 1/4 ആയിരിക്കും. 1/4 എന്ന് പറഞ്ഞാൽ 0.25 ആയിരിക്കും. അപ്പോൾ എന്താ പറഞ്ഞിരിക്കുന്നത്? 4 സമഭാഗങ്ങൾ ആക്കുന്ന ബിന്ദുക്കൾ സൂചിപ്പിക്കുന്ന സംഖ്യകൾ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ബിന്ദുക്കൾ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ആദ്യം എന്ത് ചെയ്യുക? ഓരോ ബിന്ദുക്കളും കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഒന്നുകൂടെ ആദ്യം 0.25 ആഡ് ചെയ്യുക. 0.25 ഈ 0.25 ആഡ് ചെയ്ത് എന്ത് ചെയ്താൽ മതി? എഴുതി വയ്ക്കിയാൽ മതി. അപ്പോൾ 0.25 എന്ന് പറഞ്ഞാൽ 1.25. ഈ നമ്പർ കൂടെ 0.25 കൂടെ ആഡ് ചെയ്യുക. 0.25 പ്ലസ് 0.25 0 1 2 2 പ്ലസ് 4 4 പ്ലസ് 1 5 0.25 പ്ലസ് 0.25 അപ്പോൾ 0.50. അത് കണ്ടുപിടിക്കാൻ 1 പ്ലസ് 0.50 എത്രയാണ്?
1.50. ഇനി ഈ 0.25 കൂടെ 0.50 പ്ലസ് 0.25 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 0.75. അപ്പോൾ 1 പ്ലസ് 0.75 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 1.75 എന്ന് കിട്ടും. ആയിരിക്കും ആ 3 സൂചിപ്പിക്കുന്ന സംഖ്യകൾ എന്ന് പറഞ്ഞാൽ 1.25, 1.50 എന്ന് 1.5, 1.75 ഇവ 3 അപ്പം നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. അപ്പം നമുക്ക് ഈ പേജിലെ ഓരോ ചോദ്യമായിട്ട് എന്ത് ചെയ്യാം, ചെയ്തു തുടങ്ങാം. ആദ്യത്തെ ചോദ്യം, കേവലവില x-1 ഈക്വൽ ടു കേവലവില x-3. അപ്പോൾ ആയി നമ്മൾ എന്ത് ചെയ്യുക, എക്സ് ഇതൊരു നമ്പർ ലൈൻ എടുക്കുകയാണെങ്കിൽ എക്സിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ ഒരു 1, 3 ഇതിൻ്റെ രണ്ടിൻ്റെയും ഇടയിലായിരിക്കും. അപ്പോൾ അതിൻ്റെ മിഡ് പോയിൻ്റ് കാണുക. മിഡ് പോയിൻ്റ് അഥവാ മധ്യബിന്ദു ആദ്യം എന്ത് ചെയ്യുക, നമ്മൾ എന്ത് ചെയ്യുക, കണ്ടെത്തുക. അപ്പോൾ 1 + 3/2 4/2 ഈക്വൽ ടു 2 എന്ന് കിട്ടും. അപ്പോൾ ക്വസ്റ്റ്യൻ എന്തായാലും കൂടി വായിക്കാം. ചുവടെയുള്ള ഓരോ സമവാക്യം ശരിയാകുന്ന എക്സ് കണക്കാക്കുക. അപ്പോൾ ആദ്യത്തെ കണ്ടീഷനിൽ രണ്ടിനും ഈക്വലായിട്ട് വരുന്ന എക്സിൻ്റെ വാല്യൂ 2 ആയിരിക്കും. ഇനി സെക്കൻഡ് വൺ, കേവലവില x-3 കേവലവില x-3 ഈക്വൽ ടു x-4 ഈക്വൽ ടു x-4. അപ്പോൾ മിഡ് പോയിൻ്റ് കാണുക. മിഡ് പോയിൻ്റ് അഥവാ മധ്യബിന്ദു ഇതൊക്കെയാണ് 3 + 4 3 + 4/2 3 + 4 7/2 7ൻ്റെ പകുതി 3.5. ഇനി തേർഡ് വൺ, കേവല x+2 ഈക്വൽ ടു x-5 x+2 ഈക്വൽ ടു x-5 ആണ് എടുത്തത് കണ്ടുപിടിക്കാനുള്ളത്. അപ്പോൾ എന്ത് ചെയ്യുക, -2ഉം എത്രയാണ്, -5 ആണ്. അപ്പോൾ നമുക്ക് ഇതിനെ എങ്ങനെ മാറ്റി എഴുതാം, മൈനസ് ആക്കിയിട്ട് എഴുതുമ്പോൾ എങ്ങനെ എഴുതാൻ നോക്കി, ഇതിനെ മാറ്റി എഴുതാൻ എങ്ങനെ പോലും പറ്റുമോ നോക്കി നോക്കുക. അപ്പോൾ എക്സ് പ്ലസ്സിൽ നമുക്ക് എങ്ങനെ എഴുതാം, മൈനസ് ഇവിടെ മൈനസ് ആവുന്ന രീതിയിൽ നമ്മൾ എന്ത് ചെയ്തു, ഈ പ്ലസ്സിനെ മാറ്റി എഴുതി. അപ്പോൾ മൈനസ് ആകുമ്പോൾ എന്തായി, പ്ലസ്. അപ്പോൾ ഉത്തരത്തിൽ മാറ്റം വരുന്നില്ല, മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഉത്തരം കിട്ടും. അപ്പോൾ 2 ഈക്വൽ ടു ഇവിടെ മൈനസ് ആണ്, മാറ്റണ്ട, x-5. ഇനി മിഡ് പോയിന്റ് കാണുക. മിഡ് പോയിന്റ് ഈക്വൽ ടു എന്താണ്, -2 പ്ലസ് ഇവിടെ ഒരു മൈനസ് എക്സ്ട്രാ ഉണ്ട്. അപ്പോൾ -2 + 5/2. അപ്പം 5-ന്ന് 2 പോയി കഴിഞ്ഞാൽ 3/2 3ൻ്റെ പകുതി എത്രയാണ്, 1.5. ഇനി ഫോർത്ത് ക്വസ്റ്റ്യൻ, കേവലവില x ഈക്വൽ ടു കേവലവില x+1 x+1. അപ്പം നമ്മുടെ കൂടെ നമ്പർ ഇല്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, നമുക്ക് ഈ എക്സിൻ്റെ വാല്യൂവിൽ മാറ്റം വരാനും പാടില്ല, മൈനസിൽ നമ്പർ വേണം താനും. അപ്പം എന്ത് ചെയ്യുക, എക്സിന്ന് -0 x-0 എന്താണ്, എക്സ് തന്നെയാണ്. അപ്പോൾ വാല്യൂ ഉത്തരത്തിൽ എന്ത് വരുന്നില്ല, മാറ്റം വരുന്നില്ല. ഈക്വൽ ടു എക്സ് ഇവിടെ പ്ലസ് ആണ്. അപ്പോൾ മൈനസ് ആക്കി എഴുതുമ്പോൾ മൈനസ് എന്താണ്, പ്ലസ്. അപ്പോൾ x-1. അപ്പോൾ മിഡ് പോയിന്റ് അഥവാ മധ്യബിന്ദു മധ്യബിന്ദു എഴുതാൻ മറക്കരുത്. ഇനി എഴുതുക 0 + -1/2 പ്ലസ് -1/2 1/2 എത്രയാണ്, 0.5 -0.5. ഇതാണ് ഈ അധ്യായത്തിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ഞാൻ എല്ലാ ചോദ്യങ്ങളും ഒരൊറ്റ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഇതിൽ സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാം, കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണാം. അതുവരേക്കും ബൈ.